ഗ്രാമർ പെർഫെക്റ്റ് ആയാൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഇങ്ങനെ എത്ര വർഷമായി നിങ്ങൾ കാത്തിരിക്കുന്നു? ഒരു ചോദ്യം. നിങ്ങൾ LKG മുതൽ ഡിഗ്രി വരെ ഇംഗ്ലീഷ് പഠിച്ചിട്ടും ഇന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫിയർ ഉണ്ടോ? അപ്പോൾ പ്രോബ്ലം ഗ്രാമർ അല്ല, മെത്തേഡ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഗ്രാമറിനെ മറന്നാൽ മാത്രമേ ഫ്ലുവന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയൂ എന്ന സത്യം. നമ്മൾ ഇംഗ്ലീഷ് പറയാൻ പോകുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? ടെൻസ് ശരിയാണോ? വെർബ് കറക്റ്റ് ആണോ? തെറ്റിയാൽ അവർ ചിരിക്കുമോ? ഈ തിങ്കിങ് സ്പീഡാണ് നിങ്ങളുടെ സ്പീക്കിംഗ് സ്പീഡിനെ കൊല്ലുന്നത്. നിങ്ങൾ കാർ ഓടിക്കുമ്പോൾ ക്ലച്ചിനെ കുറിച്ച് തിയറി ഓർമ്മിക്കുമോ? അതുപോലെ സ്പീക്കിംഗ് ഈസ് ഈക്വൽ ടു സ്കിൽ, ഗ്രാമർ ഈസ് ഈക്വൽ ടു തിയറി. തിയറി കൊണ്ട് സ്കിൽ ഡെവലപ്പ് ആവില്ല. സ്കൂളിൽ നമ്മളോട് പറഞ്ഞത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഫൈൻഡ് ഇറർ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പക്ഷെ ആരെങ്കിലും പഠിപ്പിച്ചോ ഹൗ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്, ഹൗ ടു സ്പീക്ക് വിത്തൗട്ട് ഫിയർ? അതുകൊണ്ടാണ് 100 മാർക്ക് ഗ്രാമർ ബട്ട് 0 കോൺഫിഡൻസ് സ്പീക്കിംഗ്. ഫ്ലുവന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അവർക്ക് ഗ്രാമറിന്റെ റൂൾസ് അറിയില്ല, പക്ഷെ അവര് ഡെയിലി സംസാരിക്കും, മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ഫോക്കസ് ചെയ്യും. അതാണ് സീക്രട്ട്. ഫോർഗെറ്റ് ഗ്രാമർ മെത്തേഡ്. സ്റ്റെപ്പ് 1, സ്മോൾ സെന്റൻസ് സ്പീക്ക്. ഫുൾ കറക്റ്റ് സെന്റൻസ് വേണ്ട. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ്. ഐ വാണ്ട് ടു ടെൽ യു. സ്റ്റെപ്പ് 2, യൂസ് നോൺ വേർഡ്സ്. ന്യൂ വൊക്കാബുലറി വേണമെന്നില്ല. സിമ്പിൾ ഇംഗ്ലീഷ് ഈസ് ഈക്വൽ ടു പവർഫുൾ ഇംഗ്ലീഷ്. സ്റ്റെപ്പ് 3, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. മോർണിംഗ് മുതൽ നൈറ്റ് വരെ. ഐ ആം ബ്രഷിംഗ്, ഐ ആം ഡ്രിങ്കിങ് ടീ, ഐ ആം ഗോയിങ് ടു വർക്ക്. ഞാനിപ്പോൾ ബിസിയാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ആം ബിസി നൗ. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയുണ്ട്. ഐ ഹാവ് ഫിയർ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഞാൻ സ്ലോലി ഇംപ്രൂവ് ചെയ്യും. ഐ വിൽ ഇംപ്രൂവ് സ്ലോലി. സി, ഗ്രാമർ ക്ലാസ് ഇല്ല, സ്പീക്കിംഗ് ഹാപ്പനിങ്. നിങ്ങൾ ഗ്രാമർ പഠിച്ച് ഫ്ലുവന്റ് ആവില്ല, സംസാരിച്ച് ഫ്ലുവന്റ് ആകും. മിസ്റ്റേക്ക് ഈസ് ഈക്വൽ ടു പ്രൂഫ് ദാറ്റ് യു ആർ ലേണിംഗ്. സൈലന്റ് ആയിരിക്കുന്നവർക്ക് ഗ്രോത്ത് ഇല്ല. ഞാനും ഗ്രാമറിൽ കുടുങ്ങിയ ആളായിരുന്നു. എനിക്കും ആദ്യം സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഇംഗ്ലീഷുകാരുടെ മുമ്പിൽ വാ തുറക്കാതിരുന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ ഞാൻ ട്രെയിനേഴ്സ് ട്രെയിനിങ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും കഴിയും ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ. പ്രാക്ടീസ് തുടങ്ങും. ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങളും എന്നെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കും. ഇന്നു മുതൽ ഗ്രാമർ ബുക്ക് ക്ലോസ് ചെയ്യൂ, മൗത്ത് ഓപ്പൺ ചെയ്യൂ, കമന്റ് ചെയ്യൂ ഐ വിൽ സ്പീക്ക്. നിങ്ങൾക്ക് ഡെയിലി സ്പീക്കിംഗ് പ്രാക്ടീസ് വേണമെങ്കിൽ എന്റെ ഹാർട്ട് സ്പീക്ക് അക്കാഡമിയിൽ ജോയിൻ ചെയ്യൂ. എന്റെ പേര് ശോഭാരാജ്, സൈക്കോളജി ബേസ്ഡ് ഇംഗ്ലീഷ് ഫ്ലുവൻസി കോച്ച്. 22 വർഷം വിദേശ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.